ഹേ ഗായ്സ്, രാവിലെ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നത് ഷാപ്പിൽ പോകാനായിട്ടാണ്. രാവിലെ ഒരു മഴയൊക്കെ ഉണ്ട്, മഴ പെയ്യോ എന്തോന്ന് അറിയത്തില്ല. ആലപ്പുഴ പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചക്കുൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വന്ന് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഞാൻ വീട്ടിൽ വെച്ചിട്ട് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പകുതി എത്തിയപ്പോഴത്തേക്ക് ചെറിയൊരു പായസക്കട കണ്ടു. അവിടെ നിന്ന് പിന്നെ പാലട പായസം ഉണ്ടായിരുന്നു, പിന്നെ പ്രഥമനും ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ച് കഴിച്ച് ഒരു രക്ഷയിൽ നല്ല അടിപൊളി പായസമായിരുന്നു. അങ്ങനെ ആലപ്പുഴ ആണെങ്കിൽ ഫുള്ള് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഒടുക്കത്തെ വെള്ളമായി, എല്ലായിടത്തും വെള്ളമായിരുന്നു. അങ്ങനെ വണ്ടിയുടെ അടിഭാഗത്ത് മൊത്തം വെള്ളമായി. അങ്ങനെ പിന്നെ അവിടെ ഇറങ്ങി നോക്കി. പിന്നെ ഞങ്ങൾ ഷാപ്പിലെത്തി. അവിടെ എത്തിയപ്പോൾ ഒരു കുതിര എടുക്കാനുള്ള ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ ഫുഡുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്യണം ഇത് വേണം. അങ്ങനെ സെലക്ട് ചെയ്താണ് നമ്മൾ സീറ്റ് കണ്ടുപിടിക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അവിടെ പിന്നെ ഒടുക്കത്തെ തിരക്കായിട്ട് സീറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഫുഡ് വന്ന് പറയാൻ. അങ്ങനെ അവർ ഓർഡർ അനുസരിച്ച് നമുക്ക് കൊണ്ടുതരും. ഈ തെങ്ങിൻ്റെ മേളിൽ കുറേ കലമൊക്കെ ഇരിപ്പുണ്ട്. ചെത്തുകളിൽ അങ്ങനെ സംഭവം ഉണ്ടല്ലോ. ഇതിനകത്ത് മുന്തിരിക്കള്ളുണ്ടായിരുന്നു, മധുരക്കള്ള്, പിന്നെ മൂത്തക്കള്ള്. എനിക്ക് ഇഷ്ടപ്പെട്ടത് മുന്തിരിക്കള്ളാണ്. അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് വന്ന് ഒരു രക്ഷയില്ല. തലക്കറി, പിന്നെ പോർക്ക്, കപ്പ, താറാവ്, പിന്നെ കൂന്തൽ, കണവ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫുഡ് ഒരു രക്ഷയില്ല. അവിടുത്തെ ആംബിയൻസും അതുപോലെ ഭയങ്കര തിരക്കായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ നല്ല കിടിലം ഫുഡ്. നമുക്ക് ലൈവായിട്ട് തന്നെ അവർ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് തരും. ഞങ്ങൾ പിന്നെ അങ്ങനെ പറഞ്ഞില്ല, അല്ലാണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു. നല്ല കിടിലം ഫുഡ് എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കപ്പയും പിന്നെ മീൻകറിയും കൂടെ ട്രൈ ചെയ്ത്, പിന്നെ ഈ ഒരു പള്ളത്തി ഉണ്ടല്ലോ അതും കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. വലിയ സ്പൈസി ഒന്നുമില്ല, കാരണം ഫാമിലീസൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ടായിരിക്കും വലിയ സ്പൈസിയും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയായിരുന്നു. കൂടെ ഞങ്ങൾ അവസാനം കോളയും വാങ്ങിച്ച്. ഞങ്ങളുടെ പാത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾ മൊത്തം ഫിനിഷാക്കി. അടിപൊളി ഫുഡായിരുന്നു, രക്ഷയില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയത് ഗരുഡാഗിരി ഷാപ്പിലാണ്. പക്ഷേ എനിക്ക് അതിനെക്കാട്ടിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ല ആംബിയൻസും ഉണ്ട്, ഭയങ്കര തിരക്കാണ്. കുറേ നേരം ഞങ്ങൾ നിന്ന്, എന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ സീറ്റ് തന്നെ കിട്ടിയത്. ഭയങ്കര തിരക്കായിരുന്നു. അതുപോലെ ഫുഡും നല്ല കിടിലം ഫുഡ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഓരോ ഐസ്ക്രീം എടുത്ത്, എന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു 2-3 മണിയൊക്കെ ആയി. എന്നിട്ടും അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു. വണ്ടികളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നല്ല കിടിലം ഫുഡായതുകൊണ്ട് നല്ല തിരക്കും ഉണ്ട് അവിടെ. പോകുന്ന വഴിക്കെല്ലാം വെള്ളമായിരുന്നു. അങ്ങോട്ടൊന്നും പോകാനേ പറ്റുന്നില്ലായിരുന്നു. ഫുള്ള് മഴ പെയ്ത് വെള്ളം. ചേച്ചിമാരൊക്കെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെയൊക്കെ വീട്ടിൽ ഫുള്ള് വെള്ളം കയറുമെന്നാണ് പറയുന്നത്. ഞാൻ കുറേ ചൂണ്ടിട്ടു, പക്ഷെ മീനൊന്നും കിട്ടിയില്ല. സർവീസൊക്കെ ഉണ്ട് അങ്ങോട്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിച്ചു. ചായയും പിന്നെ പഴംപൊരി, മുളക് ബജിയൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.